ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉംറയ്ക്ക് പോകാൻ അനുവാദം ചോദിച്ചു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉംറയ്ക്ക് പോകുവാനായിട്ട് അനുവാദം ചോദിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹു തന്നെ അത് പറയുകയാണ്. ഇസ്തഅൻതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഉംറത്തി. ഉംറയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. ഞാൻ അനുവാദം ചോദിച്ചു. ഫഅദിന ലീ, എനിക്ക് അനുവാദം തന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അതാണ് നമ്മുടെ ശ്രദ്ധേയമായ വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കാമെന്ന് നബിയെ, ഞാൻ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്, പോയിക്കോട്ടെയോ? മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. അവിടെ നിന്ന് 450 കിലോമീറ്റർ പിന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന് വരേണ്ടതുണ്ട്. അനുവാദം ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൻസാനാ യാ ഉഖയ്യ മിൻ ദുആഇക. ഭയങ്കരമായൊരു വാക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരോടും നാം പറയേണ്ട വാക്കാണ്. ലാ തൻസാനാ യാ ഉഖയ്യ. അഖി എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് ഉഖയ്യ. അഖിന്റെ തസ്ഗീർ നിങ്ങൾക്ക് മനസ്സിലാകും. ഉഖയ്യ, എന്റെ കുഞ്ഞു സഹോദരാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഏത് റസൂലുള്ളായ? ആകാശത്തിലോട്ട് തന്റെ തിരുകരങ്ങൾ ഉയർത്തിയാൽ അപ്പോഴേ ജിബ്രീൽ പറന്നിറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂല് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തൻസാന, മറന്നു പോകല്ലേ യാ ഉഖയ്യ, അല്ലയോ എന്റെ കുഞ്ഞു സഹോദരാ, മിൻ ദുആഇക, നിന്റെ ദുആയിൽ ഈ മുഹമ്മദിനെ നീ മറന്നു പോകല്ലേ. ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവം അതിനുണ്ട് സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കണം. വേറൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അശ്രിക്നാ യാ ഉഖയ്യ മിൻ ദുആഇക, നിന്റെ ദുആയിൽ എന്നെ നീ ഒന്ന് പങ്കാളിയാക്കണേ. നീ ദുആ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ദുആ ചെയ്യുമോ? അശ്രിക്നാ, നീ സ്വർഗം ചോദിക്കുമ്പോ എന്റെ മുത്തുനബിക്കും കൂടി സ്വർഗം കൊടുക്കണേ എന്ന് നീ ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിമാരോടും അവർ പരിചയമുണ്ടാകട്ടെ. പരിചയമില്ലായിരിക്കട്ടെ, ഹാജിയാണെന്ന് മനസ്സിലായോ? അവരെ കൈയൊന്ന് പിടിക്കണം. കാരണം അവർ പോകുന്ന ഇടം എവിടെയാണ്? അവർ പോകുന്ന ഇടം എവിടെയാണ്? ഹാജിമാര് പോകുന്ന ഇടം എവിടെയാണ്? എവിടെ ദുആയുണ്ടോ പ്രപഞ്ചത്തിൽ ദുആയുടെ ഒരു പ്രഹസനം, ദുആയുടെ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതി, ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് ഒഴുകുന്നത് അത് പരിശുദ്ധ മക്കയിലാണ് സഹോദരങ്ങളെ. കഅബയുടെ കില്ല നനയുന്ന, മത്താഫ് നനയുന്ന, കണ്ണുനീര് കൊണ്ട് കഅബാലയത്തിന്റെ കില്ലകൾ നനയുന്ന, യഥാർത്ഥത്തിൽ കഅബാലയം കഴുകുന്നത് അതവിടത്തെ അത്തരം സുഗന്ധങ്ങളും കൊണ്ടല്ല കഅബാലയം കഴുകുന്നത്. കഅബാലയം കഴുകുന്നത് ഹാജിമാരും ഉംറ ചെയ്യുന്നവരുടെയും കണ്ണുനീര് കൊണ്ടാണ്. അവിടെ ദുആ മാത്രമാണ്. ഒരു ദുആ മൂലമാണ് കഅബാലയം ഉയർന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ കൊണ്ടാണ് കഅബാലയം ഭൂമിയിൽ വന്നത്. തെറ്റ് ചെയ്തു പോയല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി. അല്ലാഹ് ഫഗ്ഫിർ ലനാ, പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരാം. കഅബാലയം പുനർനിർമ്മാണം നടത്ത്. കഅബാലയം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിയുന്നതിന് മുമ്പേ ദുആ ഉണ്ടായിരുന്നു. കഅബാലയം പണിഞ്ഞതിന് ശേഷമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി കഅബാലയം നിർമ്മിച്ചു. ഇന്ന് പ്രപഞ്ചത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ദുആ ഉത്ഭവം കഅബാലയമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ
127-ാമത്തെ ആയത്ത് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി, എല്ലാം പരിപൂർണമായി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയം നിർമ്മിച്ചു. ദുആ ചെയ്യുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഇന്നക അൻതസ് സമീഉൽ അലീം നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങളെ ദുആ കേൾക്കാൻ നീ അല്ലാതെ വേറെ ആരുണ്ട്? നീ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. സഹോദരങ്ങളെ, എവിടെ പോയി ദുആ ചെയ്താലും എങ്ങനെയൊക്കെ ദുആ ചെയ്താലും ദുആ ചെയ്താൽ പോരെ? വീട്ടിൽ ഇരുന്നാലും നമ്മൾ പറയുമല്ലോ, ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യണതിനാ, വീട്ടിൽ ദുആ ചെയ്താൽ പോരെ? അള്ളാഹു കേൾക്കൂല? കേൾക്കും. എന്നാ പിന്നെ പള്ളി വരേണ്ട കാര്യമില്ലല്ലോ. ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. നിങ്ങളെ വീടിനേക്കാൾ പ്രത്യേകതയുണ്ട് പള്ളിക്ക്. വീട്ടിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ്. ജുമുഅയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. എന്താ കഅബയുടെ പ്രത്യേകത? കഅബാലയം എന്ന് പറഞ്ഞാൽ മുഴുവനും ദുആ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 15 സ്ഥലങ്ങൾ കഅബാലയത്തിലേക്ക് കത്തയച്ചു. അവിടുത്തെ ഇമാമികൾ കത്തയച്ചു. 15 സ്ഥലങ്ങളോളം എണ്ണി പറഞ്ഞു, ഇവിടേക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. എത്ര സ്ഥലങ്ങൾ? 15 സ്ഥലങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹാജിമാര് പോകേണ്ടത്, ഇവിടെയാണ് നമ്മുടെ ഹജ്ജമ്മമാര് പോകുന്നത്. അള്ളാഹു അവന്റെ കഅബയാക്കിയത് ഈ ലോകത്തുള്ള ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. കഅബാലയമില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ സന്തുലനാവസ്ഥ, ഇക്വിലിബ്രിയം, നമ്മൾ നിലനിന്നു പോകുന്ന ഈ പ്രതിഭാസങ്ങൾ തകർന്നു പോകും. കഅബാലയമാണ് നമ്മുടെ പ്രതിച്ഛായ. കഅബാലയമില്ലെങ്കിൽ ഭൂമിയില്ല. ഭൂമിയുടെ ആണിക്കല്ല് കഅബാലയമാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം ഖിയാമൽ ലിന്നാസ്. ജനങ്ങൾക്ക് മുഴുവനും, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അള്ളാഹനെ വിശ്വസിക്കുന്ന നമ്മൾക്ക് മാത്രമല്ല, ഭൂമിയിലെ മുഴുവൻ ജനങ്ങൾക്ക്. അത് കഅബാലയം ഇല്ലെങ്കിൽ തകർന്നു പോകും. കഅബാലയം നിന്നില്ലാതാകുമോ അന്ന് ലോകം അവസാനിക്കും. കഅബാലയം പൊളിക്കപ്പെടുമല്ലോ. കഅബാലയത്തിന്റെ ഓരോ കല്ലും ഇളക്കി ജിദ്ദയിൽ നിൽക്കുന്നത് വരെ, ജിദ്ദയിൽ വരെ ഓരോ കല്ലുകളും മാറ്റി 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 കൈമാറ്റി കൈമാറ്റി കടൽ, ജിദ്ദയുടെ കടൽ വലിച്ചെറിയുമല്ലോ. അത് ഖിയാമത്ത്, അത് തീർന്നു ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞു. സഹോദരങ്ങളെ, കഅബയില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് കരുണയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? കഅബ വേണം. ഈ കഅബാലയത്തിലാണ് നമ്മുടെ ഹാജിമാര് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 20 വമിഅത റഹ്മാ തൻസിലു ഹാദൽ ബൈത്ത്. നമ്മൾ ഈ മുള്ളൻകുന്ന് പള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രയോ മൈലുകൾക്കപ്പുറമുള്ള കഅബയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ കഅബയില്ലെങ്കിൽ പിന്നെ എവിടെ നോക്കിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്? ആ കഅബാലയമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഖബറടക്കുന്നത്? ആ കഅബാലയമില്ലെങ്കിൽ എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ അഭയത്തിന് വേണ്ടി ഒന്ന് കടന്നു ചെല്ലുന്നത്? 120 കാരുണ്യം രാവും പകലുമായിട്ട് ആകാശ ലോകത്ത് നിന്ന് കഅബാലയത്തിലേക്ക് അല്ലാഹു ഇറക്കുന്നുണ്ട്. സിത്തൂന ലിത്വാഇഫീൻ, അതിൽ 60 കരുണ തവാഫ് ചെയ്യുന്നവർക്കാണ്. 60ഓളം കരുണ കഅബാലയത്തെ വലയം ചെയ്യുന്നവർക്ക്. ഈ കഅബാലയത്തിന്റെ നേരെ മുകളിൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു മഹാഗേഹമുണ്ട്. ഇവിടെ മനുഷ്യന്മാര് തവാഫ് ചെയ്യുന്നത് പോലെ അവിടെ അള്ളാഹുവിന്റെ മാലാകമാരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, മനസ്സിലാക്കണം സഹോദരങ്ങളെ, 60 കരുണ തവാഫ് ചെയ്യുന്നവർ, അവന്റെ കഅബയെ വലയം ചെയ്യുന്നവർ, 40 കരുണ അല്ലാഹു കൊടുക്കുന്നത് അവിടെ നിസ്കരിക്കുന്നവർക്ക്, 20 കരുണ ആ കഅബാലയത്തെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അവിടെയാണ് കല്ലുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു കല്ല് കഅബാലയത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്ത കല്ല്. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? നമ്മളെല്ലാവരും, നമ്മിൽ പലരും ആ കല്ല് കണ്ടവരാ. എന്താണ് ആ കല്ല് അങ്ങനെ ആവാൻ കാരണം? എന്താ? കല്ല് കറുപൂറായിരിക്കും.
കഅബാലയത്തിന്റെ കില്ലയുടെ അതേ കറുപ്പ് ആ കല്ലിലുണ്ടാവും. എങ്ങനെയായിരുന്നു ആ കല്ല്? അവന്റെ റസൂല് പറയുന്നു, നസലൽ ഹജറുൽ അസ്വദു, ഈ കറുത്ത കല്ല് ഇറക്കി മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ കല്ലാണ്. അത് സ്വർഗ്ഗത്തിലെ കല്ലാണ്. എങ്ങനെയെന്നറിയോ ആ കല്ലിരുന്നത്? വഹുവ അശദ്ദു ബയാളാ മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്ത കളറായിരുന്നു ആ കല്ലിന്. എന്തുമാത്രം വെറും വെളുപ്പല്ല, പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നു ആ കല്ലിന്. കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന കല്ല്, കണ്ടവർ വീണ്ടും കാണാൻ കൊതിക്കുന്ന കല്ല്. അങ്ങനെയായിരുന്നില്ല സഹോദരങ്ങളെ. എങ്ങനെയാണ് അത്ര കറുപ്പായത്? എങ്ങനെയാണ് ഇത്ര കറുത്ത് കരിക്കട്ട പോലെ ആയത്? ഫസവ്വദതുഹു, അതിനെ കറുപ്പിച്ചു കളഞ്ഞത് ഖത്തായാ ബനി ആദമ, മനുഷ്യന്റെ ആദമിന്റെ സന്തതികളുടെ പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.